ഹലോ, എല്ലാവർക്കും ഇന്നത്തെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ് കേട്ടോ. സിമ്പിൾ എന്ന് എടുത്തു പറയുന്നതിന് കാരണം നമ്മൾക്ക് പ്രത്യേകിച്ച് ബിഗിനേഴ്സിനൊക്കെ ഈ നോൺ വെജ് പ്രിപ്പറേഷൻസ് തുടക്കത്തിൽ കുറച്ച് കടുകട്ടിയായിരിക്കും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളതിൻ്റെ ചേരുവകളൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വെജ് പ്രിപ്പറേഷൻസിനേക്കാളും എന്തുകൊണ്ടും എളുപ്പം നോൺ വെജ് പ്രിപ്പറേഷൻസ് തന്നെയാണ് കേട്ടോ. ഇതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 2.5 കിലോ ചിക്കനാണ്. ചിക്കൻ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ചെറിയ പീസാക്കിയിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് നാരങ്ങ നീര്, ഒരു പകുതി നാരങ്ങയുടെ നീര്, ഇത്രയും ചേർത്തിട്ട് നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. 1 അവർ അല്ലെങ്കിൽ മിനിമം 30 മിനിറ്റ്സ് എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക. നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് മാരിനേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള 3 വലിയ സവാള അരിഞ്ഞു വയ്ക്കുക. മീഡിയം സൈസായിട്ടുള്ള ഒരു പഴുത്ത തക്കാളി, ഒരു മുളക് കുറച്ച് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, പിന്നെ മല്ലിയില പുതിനയില ഓപ്ഷണലാണ് കേട്ടോ. ഇത്തരം സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഒരു ചീനച്ചട്ടിയിലേക്ക് ഇത്തരം സാധനങ്ങൾ വഴറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ നമ്മൾ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചൂടായ എണ്ണയിലേക്ക് 3 ഏലക്കായ, പിന്നെ 1 ഗ്രാമ്പു, ഇത് ഞാൻ പണ്ടുപോലെ ചെയ്തു വരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത്രയും പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ സവാള ഇടുന്നുണ്ട്. സവാള ആവശ്യത്തിനിട്ട ശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗം തന്നെ സവാള വഴണ്ടി കിട്ടും. പിന്നെ നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂട്ടി പിടിക്കാതിരിക്കാനൊക്കെ കുറച്ച് ഉപ്പിടുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ ഈ സവാളയിലേക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു ബ്രൗൺ കളറാകുന്നവരെ നമ്മളിത് വഴറ്റിയെടുക്കണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇത് നന്നായിട്ട് ഒന്ന് വഴഞ്ഞു വരുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു മണം വരും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ചിലർ സ്ലൈസായിട്ട് ഇടാറുണ്ട്, അങ്ങനെയും ഇടാം, ഓപ്ഷണലാണ്. ഞാൻ പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണേ. തക്കാളിക്ക് വേവ് കുറവായിട്ട് നമ്മൾ ലാസ്റ്റാണ് കേട്ടോ വഴറ്റണത്. ഇത് നന്നായിട്ട് വഴണ്ട് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാകും. അതുവരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ചിക്കൻ മസാലയും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാല ഞാനൊരു 2.5 കിലോയ്ക്ക് 1/2 കവറോളം ആണ് ഇടുന്നത്. പിന്നെ ഇടുന്നത് കാശ്മീരി ചില്ലിയാണ്, ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്ര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ, ലോ ഫ്ലെയിമിൽ. അതിനുശേഷം നമ്മൾ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ആക്ച്വലി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ ഈ മസാലക്കൂട്ടാണ് കേട്ടോ. മസാലക്കൂട്ട് നമ്മളെപ്പോഴും പൊടി വാങ്ങുന്നതിലും നല്ലത് മസാല റോ ആയിട്ട് എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴമ്പ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. കറി ഒരു 1/4 വേവായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കറി വാങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് മല്ലി, പുതിന, കറിവേപ്പില ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ടേസ്റ്റി ചിക്കൻ കറി. എല്ലാവർക്കും ട്രൈ ചെയ്യാം, ബിഗിനേഴ്സിനും ട്രൈ ചെയ്യാം കേട്ടോ.